Hi friends, welcome to Rice World. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്നിക്കേഴ്സ് കേക്ക് ആണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ നേരത്തെ തന്നെ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. അതിനു വേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൽ നിന്ന് പകുതി വിപ്പിംഗ് ക്രീം എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടോഫി, 2 ടീസ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്രഞ്ചി പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി കേക്ക് ബേസിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പീനട്ട് ബട്ടറും ടോഫിയും മിക്സ് ചെയ്ത ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഞ്ചി പീനട്ട് ബട്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലെയർ വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യുക, പിന്നെ ക്രീം അപ്ലൈ ചെയ്യുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറും ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലെയറും വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്ത ക്രീം കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കവറൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് ഫ്രഷ് ക്രീമും പിന്നെ 1 ടീസ്പൂൺ ബട്ടറും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി സ്നിക്കേഴ്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും.